അസ്സലാമു അലൈക്കും. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സൃഷ്ടാവിൻ്റെ കാരുണ്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. അതിനൊരു ഉദാഹരണം ഞാൻ കാണിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യ സത്യം ഞാൻ കാണിച്ചു തരാം. അദ്ധ്യായം 6 സൂറ അൽ അനമിലെ 12ാമത്തെ സൂക്തം പറയുന്നത്, ചോദിക്കുക ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം ആരുടേതാകുന്നു, പറയുക അള്ളാഹുവിൻ്റേതത്രേ. അവൻ കാരുണ്യത്തെ സ്വന്തം പേരിൽ ബാധ്യതയായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലേക്ക് നിങ്ങൾ അവൻ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. അതിനാൽ യാതൊരു സംശയവുമില്ല. എന്നാൽ സ്വദേഹങ്ങളെ തന്നെ നഷ്ടത്തിലാക്കിയവരത്രേ അവർ. അതിനാൽ അവർ വിശ്വസിക്കുകയില്ല. അപ്പോൾ സൃഷ്ടാവിൻ്റെ കാരുണ്യം സ്വന്തം പേരിൽ നമ്മളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെ നമ്മുടെ കൈകൾ തന്നെ. ഇനി അതേ കാര്യം തന്നെ, അഥവാ സൃഷ്ടാവ് നമുക്ക് തരുന്ന ഒരു ഔദാര്യമാണ്, അല്ലെങ്കിൽ കാരുണ്യമാണ് സൃഷ്ടാവിൻ്റെ ആ നാമം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അദ്ധ്യായം 10 സൂറ യൂനസിൽ 108 പറയുന്നത്, പറയുക ഹേ ജനങ്ങളെ, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള സത്യം നിങ്ങൾക്ക് വന്നെത്തി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ആർ നേർവഴി സ്വീകരിക്കുന്നുവോ അവർ തൻ്റെ ഗുണത്തിന് തന്നെയാണ് നേർവഴി സ്വീകരിക്കുന്നത്. വല്ലവനും വഴി പിഴച്ചു പോയാൽ അതിൻ്റെ ദോഷവും അവന് തന്നെയാണ്. ഞാൻ നിങ്ങളുടെ മേൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനല്ല എന്ന്. ഇപ്പം ഇവിടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനല്ല എന്ന് പറയുമ്പോൾ സൃഷ്ടാവിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് നമ്മളെ ജീവൻ നിലനിർത്തുക എന്നത്. എന്നാൽ അത് ഏൽപ്പിക്കപ്പെട്ടവനല്ല എന്ന് പറയുമ്പോൾ സൃഷ്ടാവിനോട് മറ്റൊരു ശക്തി ഇതവർക്ക് നൽകണം എന്ന് പറഞ്ഞിട്ട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അത് സൃഷ്ടാവ് മാത്രം കനിഞ്ഞു തരുന്ന ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ ഒരു കാരുണ്യം മാത്രമാണ്. അതെപ്പോൾ വേണമെങ്കിലും സൃഷ്ടാവിന് അത് തിരിച്ചെടുക്കാനും കഴിയും എന്നുള്ള ആ ഒരു വാഗ്ദാനമാണ് സൃഷ്ടാവ് ഇവിടെ പറയുന്നത്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കും. നമ്മൾ ജീവൻ നിലനിൽക്കുന്ന സമയം നമ്മളത് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടതിന് ശേഷം നമുക്കതുകൊണ്ടൊരു ഫലമില്ല. കാരണം നമ്മൾ ശിക്ഷ അനുഭവിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ സൃഷ്ടാവിൻ്റെ കാരുണ്യത്തെ മനസ്സിലാക്കി സൃഷ്ടാവിനെ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം.